ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം ശുക്രൻ്റെ രാശിചാരമാകുന്നു. ശുക്രൻ ജ്യോതിഷത്തിൽ അസുരാചാര്യനാകുന്നു. സർവശാസ്ത്ര പ്രവക്താരം ഭാർഗവം പ്രണമാമി. ഭൃഗുവിൻ്റെ പുത്രനാകുന്നു ഭാർഗവൻ ശുക്രൻ. സർവശാസ്ത്ര പ്രവക്താരം, എല്ലാ ശാസ്ത്രത്തിനെയും പറ്റി വിശേഷമായി പറയുവാൻ കഴിയുന്ന ഒരു കഴിവുള്ള ഗ്രഹമാകുന്നു ജ്യോതിശാസ്ത്രത്തിൽ ശുക്രൻ, അസുരാചാര്യനായ ശുക്രൻ. യഥാർത്ഥത്തിൽ രണ്ട് ആചാര്യന്മാരാണ് ജ്യോതിഷ വിഷയത്തിൽ നാം ചർച്ച ചെയ്യുന്നത്. ഒന്ന് ദേവാചാര്യനായ വ്യാഴം, മറ്റൊന്ന് അസുരാചാര്യനായ ശുക്രൻ. വ്യാഴം ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു. ശുക്രനാകട്ടെ എ പ്യുവർലി മെറ്റീരിയലിസ്റ്റ് പ്ലാനറ്റ്, ഭൗതികമായ സുഖം മാത്രം. അവിടെ വാഹനം, ആഡംബരങ്ങൾ, സുഖഭോഗങ്ങൾ, നല്ല വസ്ത്രങ്ങൾ, നല്ല ശയ്യ, സ്ത്രീകൾ, ഭാര്യ, രതിസുഖങ്ങൾ, ഇതൊക്കെ ശുക്രനെ കൊണ്ടാകുന്നു നാം ജ്യോതിഷത്തിൽ ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള അസുരാചാര്യനായ ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു. ആ ശുക്രനിതാ ചാരവശാൽ ഇന്ന് മകരരാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കിവിടെ ചിന്തിക്കണം, മകരരാശിയിലെ ശുക്രൻ്റെ ശുഭാശുഭ ഫലങ്ങൾ എപ്രകാരമാണെന്ന്. കഴിഞ്ഞ ദിനം വരെ ശുക്രൻ ശത്രു ക്ഷേത്രമായ വ്യാഴത്തിൻ്റെ ധനുരാശിയിലായിരുന്നു. ആ ശുക്രനാണിന്ന് തൻ്റെ സുഹൃത്തായ ശനിക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഇവിടെ ധനുവിനേക്കാളും ശുക്രന് അനുകൂലമായ രാശിയാകുന്നു മകരം. നമുക്കിവിടെ ചിന്തിക്കാം, ഈ മകരത്തിലേക്കുള്ള ഈ ശുക്രൻ്റെ പ്രയാണത്തിൽ എത്രത്തോളം ശുഭാശുഭ ഫലങ്ങൾ ഓരോ രാശിക്കാർക്കും അനുഭവിക്കാൻ ഇടയുണ്ടെന്ന്. പ്രത്യേകിച്ച് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ശുക്രൻ മകരൻ രാശിയിലേക്ക് നിൽക്കുന്നത് 2024 ഡിസംബർ 28 വരെയാണ്. ഡിസംബർ 28 രാത്രി 11 മണിയോടുകൂടെ ശുക്രൻ കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കും. മകരവും കുംഭവും രണ്ടും ശനിക്ഷേത്രമാകുന്നു. അവിടെ ശുക്രന് പ്രായണ ബലം കൂടുതലാണ്. ധനുരാശിയിൽ നിൽക്കുന്ന ശുക്രനേക്കാളും കൂടുതൽ ബലം ഇവിടെ മകരത്തിലും കുംഭത്തിലും വരുന്ന ശുക്രന് അനുഭവപ്പെടുന്നതാണ്. 2024 ഡിസംബർ 28, അതായത് 1200 ധനുമാസം 13 വരെയാണ് ശുക്രൻ മകരൻ രാശിയിലേക്ക് നിൽക്കുന്നത്. നമുക്ക് ഓരോ രാശിക്കാരുടെയും ഈ ശുക്രൻ്റെ കാലത്തുള്ള ശുഭാശുഭ ഫലങ്ങളെപ്പറ്റി ചിന്തിക്കാം. പ്രിയമുള്ളവരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് തുലാം രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. തുലാം രാശി എന്നാൽ ഇന്ന് നിങ്ങൾക്കറിയാം, ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു തുലാം രാശി. ഇവിടെ തുലാം രാശിക്കാർക്ക് അഷ്ടമഭാവത്തിൽ നിൽക്കുന്ന വ്യാഴമുണ്ട്. അതേ രീതിയിൽ ധനം, യാത്ര, ഇതൊക്കെ ചിന്തിക്കുന്ന ചൊവ്വ നീചസ്ഥനായി 10ാം ഭാവത്തിൽ നിൽക്കുന്നു. എങ്കിലും രാശിക്കാണ്, അല്ലെങ്കിൽ രാശിയുടെ ആധിപത്യമുള്ള ഗ്രഹത്തിനാണ് നാം ബലം കൽപ്പിക്കുന്നത് ആദ്യമായി. ഇവിടെ ശുക്രനിത അതിശക്തമായി ദിഗ്ബലത്തോടുകൂടി 4ാം ഭാവത്തിൽ നിൽക്കുന്നു. നല്ലൊരു ഫലത്തെ പ്രദാനം ചെയ്യും 4ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ. മഹിത്വേദികേ യസ്യ തുര്യ അസുരേജ്ജേ ജനേക്കും നിജശ്ചാവരുഷ്ടതുഷ്ടൈഹി. തനിക്ക് കൂടുതൽ മഹത്വത്തെ പ്രദാനം ചെയ്യും. തുലാം രാശിക്കാർക്ക് 4ാം ഭാവത്തിൽ ശുക്രൻ ദിഗ്ബലവാനായി നിൽക്കുമ്പോൾ തനിക്ക് മഹത്വം വരുന്നു. സ്വന്തം ജനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങൾ തന്നോട് വിദ്വേഷം നടിച്ചാലും അല്ലെങ്കിൽ സന്തോഷം ഭാവിച്ചാലും അത് ഒരേ രീതിയിൽ തന്നെ, സമക്രിയമായി തന്നെ, ഒരു വികാരവും കൂടാതെ തന്നെ 4ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ അദ്ദേഹത്തെ ഒരേ മാനസികമായ, ശാരീരികമായ അവസ്ഥ വിശേഷങ്ങളെ സംജാതമാക്കുന്ന ഒരവസ്ഥയാണ് കൈവരിക്കുന്നത്. കിയൽ പോഷയെ ജന്മത സ്വം ജനന്യ, അമ്മയുടെ സമ്പത്തിനെ വർദ്ധിപ്പിക്കും. അതിനാൽ പൂർവികമായ സ്വത്ത് ലഭിക്കുവാനും അല്ലെങ്കിൽ നഷ്ടപ്പെട്ട സ്വത്ത് വീണ്ടെടുക്കുവാനും അല്ലെങ്കിൽ തനിക്ക് അമ്മയുടെ സ്വത്ത് ലഭിക്കുവാനുമുള്ള ഒരു മഹനീയമായ ഒരു അവസരം കൈവരും. അമ്മ തനിക്ക് ഇഷ്ടപ്പെട്ട സ്വത്ത് തരിക, അല്ലെങ്കിൽ പൂർവികമായ സ്വത്തിൻ്റെ ഭാഗം വെക്കൽ നടക്കുക, തനിക്ക് അനുകൂലമായി ഭൂമി ലഭിക്കുവാനുള്ള സമയമാണ്. അതിനാൽ ഇതിനൊക്കെ തന്നെ ഡിസംബർ 28 വരെയുള്ള സമയത്തെ വളരെയധികം വിനിയോഗിക്കുക. അധീന അർപ്പിത ഉപായേനേരിവ പൂർണ്ണ, തൻ്റെ അധീനന്മാർ, തൻ്റെ ആശ്രയിക്കുന്നവർ തനിക്ക് സമ്മാനങ്ങൾ കൊണ്ടുവരും. അതിനാൽ താൻ പൂർണ്ണനാകും. അതിനാൽ പലപ്പോഴും റിട്ടയർ ചെയ്യുന്നവർക്ക്
അല്ലെങ്കിൽ പ്രമോഷനായി ട്രാൻസ്ഫർ പോകുന്നവർക്ക്, തൻ്റെ സബോർഡിനേറ്റ്സ് കീഴ്ജീവനക്കാർ അല്ലെങ്കിൽ തൻ്റെ സഹപ്രവർത്തകർക്ക് തരുന്ന ഊഷ്മളമായ അനുഭവങ്ങൾ വരും തുലാൻ രാശിക്കാർക്ക്. പുതിയ വാഹനം എടുക്കാൻ വളരെ നല്ലതാണ്. ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന, വീടുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ, പുതിയ വീട്ടിലേക്ക് താമസം മാറ്റുക, ഇതൊക്കെ ഡിസംബർ 28-ാം തീയതി വരെ വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ച് ഡിസംബർ 15 വരെ സൂര്യൻ വൃശ്ചിക രാശിയിൽ നിൽക്കുന്ന കാലം തുലാൻ രാശിക്കാർക്ക് വളരെ അനുകൂലമാണ്. ഗൃഹനിർമ്മാണ പ്രവർത്തനം, കുറ്റിയടിക്കുന്ന കർമ്മങ്ങളൊക്കെ ഡിസംബർ 15-നുള്ളിൽ ചെയ്യുന്നത് വളരെ ഗുണമാണ്. കാരണം ധനുരാശിയിൽ നാം സ്ഥാപത്യകർമ്മം, കുറ്റിയടി മുതലായ കർമ്മങ്ങൾ ചെയ്യാറില്ല. കോൺമാസങ്ങളിൽ നാം ഒന്നും ചെയ്യാറില്ല. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ, കട്ടില വെപ്പായാലും തറകെട്ടലായാലും കുറ്റിയടിക്കലായാലും ധനുമാസം, മീനമാസം, മിഥുനമാസം, കന്നിമാസം, കർക്കിടക മാസം, ഈ 5 മാസങ്ങളിൽ നാം ഒരു ശുഭകാര്യങ്ങളും വീടുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നാം വ്യാപൃതരാകാറില്ല. അതിനാൽ നിങ്ങളൊരു വീടിൻ്റെ കർമ്മങ്ങൾ, സ്ഥാപത്യ കർമ്മങ്ങൾ, കുറ്റിയടി മുതലായ കർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസംബർ 15-ന് മുമ്പേ ചെയ്യുക. ഡിസംബർ 15-ന് സംക്രമമാണ്, നാം ഒന്നും ചെയ്യാറില്ല. വളരെ അനുകൂലമാണ്. വാഹനം വാങ്ങാം, പഴയ വാഹനങ്ങൾ വിൽക്കാം, പുതിയ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാം. ഇതിനൊക്കെ തന്നെ അനുകൂലമാകും. ഈ 4-ാം ഭാവത്തിൽ ദിഗ്ബലവാനായി നിൽക്കുന്ന ശുക്രൻ, നല്ല സൗഹൃദങ്ങൾ, സുഹൃത്തുക്കളോടുകൂടെ നല്ല യാത്രകൾ, പുതിയ സ്ത്രീ സൗഹൃദങ്ങൾ, ഇതിനൊക്കെ തന്നെ അനുകൂലമാണ്. യാത്രയിൽ പലപ്പോഴും നല്ല സൗഹൃദങ്ങൾ ലഭിക്കുക. യാത്രാ വിഷയത്തിൽ ഏറ്റവും അനുകൂലമാകും ഈ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദൈവാധീനം. അതേ രീതിയിൽ ഭാര്യ സന്താനങ്ങളുമായി, വീട്ടിലെ ആളുകളുമായും നല്ല രഞ്ജിപ്പിലൂടെ കുറച്ചുകൂടി ഉയർന്ന ചിന്തകളോടുകൂടി മുന്നോട്ട് നയിക്കുവാൻ ഈ ദിനങ്ങൾ പര്യാപ്തമാകും. എല്ലാ പ്രിയപ്പെട്ട തുലാൻ രാശിക്കാർക്കും ശോഭനമായ നല്ല ദിനങ്ങളെ പ്രാർത്ഥിക്കുന്നു. നന്ദി. പ്രിയമുള്ള പ്രേക്ഷകർ, അടുത്തായി നാം ചർച്ച ചെയ്യുന്നത് വൃശ്ചിക രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു വൃശ്ചികം രാശി. ഇന്ന് വൃശ്ചികം രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് 3-ാം ഭാവത്തിലാണ്. 3-ാം ഭാവത്തിൽ ശുഭഗ്രഹം നിൽക്കുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ശുക്രനും വ്യാഴത്തിനും അത്ര നല്ലതല്ല. കൃപണഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും നെറ്റിത്തടത്തിന് നേരെ തൻ്റെ പല അനുഭവങ്ങളും വന്ന് അത് അനുഭവിക്കാൻ പ്രയാസങ്ങൾ ഉണ്ടാക്കും 3-ാം ഭാവത്തിൽ ശുക്രനും വ്യാഴവും നിൽക്കുമ്പോൾ. പക്ഷെ മറ്റൊരു ശുഭഗ്രഹമായ ബുധൻ 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നല്ല ഫലത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ബുധൻ 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പ്രബലഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. നല്ല വ്യാപാരികളുമായി, സുഹൃത്തുക്കളുമായി പുത്തൻ സംരംഭങ്ങൾ, ആരംഭങ്ങളൊക്കെ 3-ൽ പ്രബലമായി നിൽക്കുന്ന ബുധൻ ചെയ്യുന്നതാണ്. ഇവിടെ 3-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് അത്ര ശുഭമല്ല. രതി സ്ത്രീജനെ തസ്യനോ ബന്ധുനാശോ ഗുരുർ യസ്യ ദുശ്ശിൽക്കകോ ദാനവാനാം. ദാനവന്മാരുടെ മന്ത്രി, അസുരമന്ത്രി 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ രതി സ്ത്രീജനെ ന, സ്ത്രീജനങ്ങളിൽ താല്പര്യമില്ലാത്തൊരവസ്ഥ വരിക, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് തന്നിൽ രതി താല്പര്യമില്ലാത്ത അവസ്ഥ വരിക, രണ്ടുമാകാം. അതിനാൽ സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന ഇടപെടലുകൾ അത്ര ശുഭമല്ല. തൻ്റെ ബന്ധുജനങ്ങൾക്ക്, ബാന്ധവന്മാർക്ക് നാശമുണ്ടാക്കും ഈ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ. ഇന്ന് പൂർണ്ണോഭവേത് പുത്രസൗഖ്യോപി, പുത്രന്മാരുടെ സൗഭാഗ്യം കുറവായിരിക്കും. അതിനാൽ പുത്രന്മാരെ കൊണ്ടുണ്ടാകുന്ന അഭിവൃദ്ധി ഈ ദിനങ്ങളിൽ കുറയുക, പുത്രന്മാർക്ക് ക്ലേശങ്ങൾ ഉണ്ടാവുക. അങ്ങനെ ആ ഒരു ക്ലേശത്തിൻ്റെ ഭാഗമായി താനും വളരെ സെൻസിറ്റീവാകും, ഇമോഷണലാകും. സേനാപതിർ കാതരോ ദാന സംഗ്രാമകാലേ, താൻ സേനാപതിയാണെങ്കിലും യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ, കേസിന് പുറപ്പെടുമ്പോൾ തനിക്ക് ഭയം വരും. അതേ രീതിയിൽ ദാനം ചെയ്യുന്ന സമയത്ത്, മറ്റുള്ളവർക്ക് ദാനം ചെയ്യുമ്പോഴും മനസ്സ് തയ്യാറായാലും ഒരു സമയത്ത് അതിൽ നിന്ന് പിറകോട്ട് മാറും. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം. ആവശ്യമുള്ള ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അല്ലാതെ ആ ദാനത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. സമൂഹത്തിൽ അത് തനിക്ക് അവമതിപ്പ്, വിലക്കുറവുണ്ടാക്കുന്നൊരവസ്ഥ സംജാതമാകുന്നതാണ്. ശ്രദ്ധിക്കണം. ഇവിടെ നിർബന്ധമായും ശുക്രൻ 7-11 ഭാവാധിപത്യമുള്ള ഗ്രഹമാണ്. അതിനാൽ വിവാഹ വിഷയത്തിൽ പലപ്പോഴും തീരുമാനങ്ങൾ ഉണ്ടാകാം. കാരണം 3-ാം ഭാവം ശുഭഗ്രഹങ്ങൾക്കും പാപഗ്രഹങ്ങൾക്കും ഉപജയ രാശിയാകുന്നു, അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്ന രാശിയാകുന്നു. അതിനാൽ വിവാഹ തീരുമാനങ്ങൾ, വൈവാഹികമായ വിഷയത്തിൽ ഈ ശുക്രൻ വളരെയധികം സഹായകരമായി പ്രവർത്തിക്കുന്നതാണ്. വൈകല്യവാനായതുകൊണ്ടാണ് ശാരീരികമായി ഈ ശുക്രനെ കൊണ്ട് ഇമോഷണലാകുക, സഹോദര വിഷയം അല്ലെങ്കിൽ പൂർവികമായ പാരമ്പര്യമായ വിഷയങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ചില ക്ലേശങ്ങളൊക്കെ അനുഭവിക്കപ്പെടാൻ സാധ്യത കാണുന്നത്. ഈ 2 വിഷയങ്ങളും ശ്രദ്ധിക്കുക. പരിഹാരമായി ദേവീക്ഷേത്ര ദർശനം തന്നെ
എല്ലാ വെള്ളിയാഴ്ചകളും ദേവീക്ഷേത്ര ദർശനം നടത്തി വിളക്ക്, മാല, പായസം ദേവിക്ക് വഴിപാടായി സമർപ്പിക്കുക. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ധനുരാശിക്കാരുടെ ഈ ശുക്രൻ്റെ ഡിസംബർ 28 വരെയുള്ള ചാരവശാലുള്ള ശുഭാശുഭ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ ധനുരാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് പ്രായണ നല്ലൊരു ഭാവത്തിലാണ്, 2ാം ഭാവത്തിലാകുന്നു. 2ാം ഭാവത്തിൽ ശുക്രൻ വന്നാൽ ഹോരാചാര്യർ ഫലം പറഞ്ഞിരിക്കുന്നത് സുവാക്യഹ എന്നാണ്. ശോഭനം വാക്യം യസ്യസഹ, ശോഭനമായ വാക്ക് സംസാരിക്കുന്നതിനായി തീരുന്നു. അതിനാൽ ഈ ശുക്രൻ ധനുരാശിക്കാർക്ക് വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യുന്നു. ധനുരാശിക്കാർക്ക് ശുക്രൻ 2 ഗ്രഹങ്ങളുടെ ആധിപത്യമാണ്. 6ാം ഭാവാധിപത്യം, ഇടവൻ രാശിയുടെ ആധിപത്യവും തുലാൻ രാശിയുടെ ആധിപത്യവും 11ാം ഭാവാധിപത്യവും. ഇവിടെ 11ാം ഭാവത്തിനാണ് പ്രാധാന്യം. അതിനാൽ പലപ്പോഴും നല്ല വാക്കുകൾ കൊണ്ട് തനിക്ക് ലാഭമുണ്ടാകുന്നു. കർമ്മമേഖലയിൽ റെപ്രസെൻറ്റേറ്റീവായി വർഗീയുന്ന ജനങ്ങൾക്ക്, അതേ രീതിയിൽ ഏജൻറ്റുകൾ, വാക്കുകൾ കൊണ്ട് ജീവിക്കുന്നവർക്ക്, ആത്മീയമായ സുഖവിഷയത്തിൽ പ്രചാരകന്മാർക്ക്, പ്രവാചകന്മാർക്ക്, അധ്യാപകർക്ക്, വലിയ പ്രഭാഷകർക്ക് ഈ ശുക്രൻ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യുന്നതാണ്. ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: മുഖം ചാരുഭാഷം മനീഷാഭി ചാർവി. ചാരുഭാഷം മുഖം, മനോഹരമായി സംസാരിക്കുന്ന മുഖമുണ്ടാകുന്നു. മനീഷാഭി, നല്ല ബുദ്ധി ഉണ്ടാകുന്നു. സുഖം ചാരു ചാരുണി വാസാംസി ദസ്യ, തനിക്ക് നല്ല വസ്ത്രങ്ങൾ ലഭിക്കുന്നു, നല്ല രൂപത്തോടു കൂടിയിരിക്കുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ, സമൂഹത്തിൽ വളരെ മാന്യമായി തനിക്കൊരു സ്ഥാനം ലഭിക്കുന്നു. ഈ ഒരു സമയത്ത് പല മധ്യസ്ഥ ചർച്ചകളിലും അല്ലെങ്കിൽ രാഷ്ട്രീയമായ സംവാദങ്ങളിലുമൊക്കെ തന്നെ തനിക്കൊരു പ്രാധാന്യം കൈവരും ഈ ഒരു ഡിസംബർ 28 വരെയുള്ള ദിനങ്ങൾ. തൻ്റെ കുടുംബത്തിൽ താൻ പ്രിയങ്കരനായി മാറുന്നു. അതേ രീതിയിൽ മനോഹരികളായ സ്ത്രീകൾ, അങ്കനകൾ തൻ്റെ സൗഹൃദത്തിലൂടെ വരുന്ന സമയവുമാകുന്നു. തൻ്റെ മനോഹരമായ ശരീരത്തെ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ശാരീരികമായ ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾക്കും ഈ ഒരു ദിനങ്ങൾ സാധ്യത കാണുന്നുണ്ട്. പൂർവികമായ സ്വത്ത് സംരക്ഷിക്കേണ്ട ഒരു യോഗവുമുണ്ട്. ധനത്തിലൂടെ തൻ്റെ സ്വത്ത് സംരക്ഷിക്കുവാൻ ഒരു യോഗം കാണുന്നു. നല്ല വിശേഷപ്പെട്ട അനുഭവങ്ങൾ, ധനപരമായ അല്ലെങ്കിൽ സമ്മാനങ്ങൾ തനിക്ക് യാത്രയിലൂടെ ലഭിക്കുകയും ചെയ്യും. തൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ടാകുന്നു. താൻ ഭരിക്കപ്പെടുന്ന വ്യക്തികളിൽ തൻ്റെ സ്വാധീനം, സ്നേഹം അത് നല്ല വാക്കിലൂടെ, നല്ല പ്രവർത്തനങ്ങളിലൂടെ കാഴ്ചവെക്കുവാൻ ഒരു പ്രത്യേക വാസന രതി ധനുരാശിക്കാർക്ക് ഈ 28 വരെയുള്ള ദിവസക്കാലം പ്രദാനം ചെയ്യപ്പെടുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട ധനുരാശിക്കാർക്കും ഡിസംബർ 28 വരെയുള്ള നല്ല ദിനങ്ങളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.